സാറുമാര് പറയാണ്, നീ ഒരു കാര്യം, നിനക്ക് കൊച്ചിനെ കാണുന്ന അത്ര കൊതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 മണിയാകുമ്പോൾ ക്ലാസ് കഴിയും, നീ അവരാരും കണ്ണിപ്പെടാണ്ട് മാറി നിന്ന് കണ്ടോളാം. ഞാൻ കൊച്ചിന്റെ തന്തയാണോ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്ന ഞാൻ കൊച്ചിന്റെ തന്തയാണോ? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, അവരെ ഒരു കാരണം വെച്ചാലും വിശ്വസിക്കരുത്. കാരണം പറയുന്ന കാര്യങ്ങൾ മൊത്തം നുണയാ. അവർ നിങ്ങളുടെ നാട്ടുകാരുടെ മുതലും കണ്ണിൽ പൊടിയിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ആവശ്യമില്ലാത്ത കാര്യങ്ങളും. കുഞ്ഞാറ്റ ഇച്ചാൻ ഇഷ്യൂ നമ്മളിതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് മുന്നേ ഇച്ചാൻ്റെ ചാനൽ, അതായത് ഹൈ റേഞ്ച് ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് സ്കൂളിൻ്റെ മുന്നിൽ നിന്നുള്ളൊരു വീഡിയോ ആണ്. എന്നെ കുട്ടിയെ കാണിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, ഞാനൊരു അച്ഛനല്ലേ, എനിക്ക് കുട്ടിയെ കാണാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ന തരത്തിലൊക്കെ അമൽ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ഫാമിലി ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എത്രത്തോളം വെറുപ്പിക്കാവോ അത്രത്തോളം വെറുപ്പിക്കുന്നുണ്ട്. ഈ അമലെന്ന് പറയുന്ന ഈ ഒരു പയ്യൻ ഇത് വെച്ചിട്ട് മുതലെടുക്കുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ പുള്ളിയുടെ ഓരോ വീഡിയോസിൻ്റെ തംബ്നെയിൽസ് നിങ്ങൾ എടുത്ത് നോക്കണം. അതായത് കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള തംബ്നെയിലും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിടുക, ഇത് വെച്ചിട്ട് മാക്സിമം റീച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ് ഇത് കാണുമ്പം എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അമലിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നു. ഇവർ പറയണ പോലെ ഒന്നും അല്ല കേട്ടോ കാര്യം. ഞാൻ സ്കൂളിലാണ്, ഇവിടെയാണോ അവൻ പഠിക്കണം മിക്കു. പക്ഷെ എന്നെ കൊച്ചിനെ കാണിച്ചു തന്നില്ല കേട്ടോ, എന്നെ കൊച്ചിനെ കാണിച്ചു തന്നില്ല. അവർ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ ക്ലാസ് ടൈമിൽ കാണിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിനെ ചേർക്കാൻ വേണ്ടി വന്ന ആളുകൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കൊച്ചിനെ കാണിച്ചു കൊടുക്കണ്ട, അവൻ്റെ അപ്പം വന്നു കഴിഞ്ഞാൽ അവനെ കാണിച്ചു കൊടുക്കണ്ട എന്നുള്ള റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതായത് കുട്ടിയെ ചേർത്ത ആൾക്കാർ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അമലിനെ കുട്ടിയെ കാണിച്ചു കൊടുക്കരുത് എന്ന്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ തമ്മിൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു കേസോ കാര്യങ്ങളോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ കാണാനായിട്ടുള്ള ഒരു ഓർഡർ മേടിക്കുക കോടതിയിൽ നിന്ന്. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഇവിടെ ഇത് യൂട്യൂബിൽ വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇത് കുടുംബ കോടതിയിൽ നടക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ടുപേരും മ്യൂച്വലായിട്ട് നിങ്ങൾ ഡിവോഴ്സ് ആവുക, എന്നിട്ട് കൊച്ചിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കേസ് കൊടുക്കുക. കൊച്ചിനെ കാണാനായിട്ടുള്ള അവകാശം ഉണ്ടെന്നും പിന്നെ കൊച്ചിന് മെയിൻ്റെനൻസ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കോടതി വഴിയാണ് മൂവ് ചെയ്യേണ്ടത്. ഞാൻ സ്കൂളിൽ ഇവിടെ ഉണ്ട്, ഞാൻ നുണ പറഞ്ഞല്ല. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നെ ഇവർ അപ്പം വന്നു കഴിഞ്ഞാൽ അപ്പൻ്റെ എല്ലാ ഇതും ഉണ്ട്, കോപ്പുണ്ട്, കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയുന്നത്? എന്ത് യോഗ്യതയുള്ളവർക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട്? ഞാൻ എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ ഈ പറയണ മികായലിൻ്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അതെനിക്ക് കുറച്ച് പേര് അയച്ചു തന്നു. അത് കണ്ടിട്ട് ഞാൻ രാവിലെ വെളുപ്പിനെ ബസ്സും കയറി ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ബസ്സും കയറിയിട്ട് ഇവരെന്താ ഈ പറയണേ? ഞാൻ സ്കൂളിൽ എടുത്തില്ല. ഞാൻ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ കാണിച്ചു കൊടുക്കണ്ടെന്നും പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാ. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, കൊച്ചിനെ കാണിക്കേണ്ട എന്നും പറഞ്ഞ് അമ്മ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്കൂളുകാരെ തെറി വിളിച്ചിട്ട് യാതൊരു പ്രയോജനവും. പ്രത്യേകിച്ച് സ്കൂളിൽ ഈ പറയുന്ന ഡിവോഴ്സിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം അവർ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് വെറുതെ കിടന്ന് സംസാരിച്ചിട്ട് വലിയ കാര്യമില്ല. പക്ഷേ കൊച്ചിനെ കാണാനുള്ള നിങ്ങൾക്ക് എല്ലാവിധ റൈറ്റ്സും ഉണ്ട്. നിങ്ങളുടെ കുട്ടിയെ വേറെ ആൾക്കാർക്ക് പിടിച്ചു വയ്ക്കാനുള്ള യാതൊരുവിധ അവകാശവും. അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഇത് പോകേണ്ട രീതിയിൽ നിങ്ങൾ പോകണം. ഇത് ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ക്യാരക്ടർ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് കുഞ്ഞാറ്റ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തത്. ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കാര്യം പ്രത്യേകിച്ച് അമലിൻ്റെ വോയിസും പിന്നെ ചാറ്റും ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു വിഷയത്തിലൊക്കെ നിങ്ങൾ കുറേ ന്യായീകരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും നിങ്ങൾക്ക് വെളുപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ സത്യങ്ങൾ എന്താണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് പകുതി മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഭാര്യമാരും ഈ പറയുന്ന സ്വന്തം അച്ഛനെ കൊച്ചുങ്ങളെ കാണിപ്പിക്കത്തില്ല. എന്ത് അടിസ്ഥാനത്തിലത് എനിക്ക് എന്റെ കൊച്ചിനെ ഒന്ന് കാണിച്ചു തരാനേ ചോദിക്കുന്നുള്ളൂ. ഞാൻ കൊച്ചിനെ കൊണ്ടുപോകാനോ കൊച്ചിനൊരു സാധനം കൊടുക്കാനോ ഒന്നുമല്ല ഞാൻ വന്നേ. എനിക്ക് എന്റെ കൊച്ചിനെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പം അവർ ശരി, നമുക്ക് ഒരിക്കലും സ്കൂളുകാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഇതുണ്ടാവും. കാരണം ഉടനെ കൊച്ചിനെ ഒന്ന് കാണാൻ പോലുള്ള അനുവാദം പോലും ഇല്ല. എന്നിട്ട് പറച്ചിൽ പറയുമ്പോൾ എന്നെ വലിയ കമന്റിൽ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഇവർ കരക്കാരുടെ അടുത്ത് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. വീഡിയോയിലും കമന്റും കാര്യങ്ങളും ഇടുന്നുണ്ട്. ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ട് എന്നെ കാണിച്ചു പോലും തരുന്നില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാറ്റ ഇവിടെ കള്ളം പറയുന്നുള്ള രീതിയിലോട്ടാണ് സാഹചര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിലുള്ള കമൻറ്റുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ഈ പുള്ളി പറയുന്ന ഈ ഒരു സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഓപ്പോസിറ്റ് ഈ സ്കൂളുകാരെ എന്താണ് ഇതിനെപ്പറ്റി സംസാരിച്ചെന്ന് പോലും നമ്മൾ കേട്ടിട്ടില്ല. അതും ഇതിനകത്തൊരു സത്യമാണ്. ഈ ഒരു വിഷയത്തിൽ സ്കൂളുകാർ ഇങ്ങനെയൊന്നും അല്ല സംസാരിച്ചത്. കുട്ടിയെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ പറയുന്ന വ്യക്തിക്ക് തന്നെയായിരിക്കും ഈ പണികൾ മൊത്തം കിട്ടാൻ പോകുന്നത്. എന്നിട്ട് എന്നോട് സാറുമാര് പറയാണ്, നീ ഒരു കാര്യം, നിനക്ക് കൊച്ചിനെ കാണുന്ന അത്ര കൊതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 മണിയാകുമ്പോൾ ക്ലാസ് കഴിയും, നീ അവരാരും കണ്ണിപ്പെടാണ്ട് മാറി നിന്ന് കണ്ടോളാം. ഞാൻ കൊച്ചിന്റെ തന്തയാണോ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്ന ഞാൻ കൊച്ചിന്റെ തന്തയാണോ? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, അവരെ ഒരു കാരണം വെച്ചാലും വിശ്വസിക്കരുത്. കാരണം പറയുന്ന കാര്യങ്ങൾ മൊത്തം നുണയാ. അവർ നിങ്ങളുടെ നാട്ടുകാരുടെ മുതലും കണ്ണിൽ പൊടിയിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് സഹിച്ച് ക്ഷമിച്ചാ പോയിക്കൊണ്ടിരിക്കുന്നേ.
അമലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഒരിക്കലും പറ്റിയിട്ടില്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത്രയും തെളിവുകളെല്ലാം കുഞ്ഞാറ്റ പുറത്തു വിട്ടിരിക്കുന്നത്. ഇതെല്ലാവരും നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് കുഞ്ഞാറ്റ പല ആൾക്കാർക്ക് ഓരോ ചാറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഒരെണ്ണം എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളാണ് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് യാതൊരുവിധ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾ ഒരു അച്ഛൻ്റെ ഒരു ഇമോഷൻ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കാര്യം ഷെയർ ചെയ്യണത്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർക്ക് മേ ബി കൺവിൻസ്ഡ് ആവുമായിരിക്കാം. പക്ഷേ എന്തായാലും നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, യൂട്യൂബ് എന്ന് പറയണതോ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതോ നമ്മളാരോ അല്ലെങ്കിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാരോ അല്ല മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ കോടതി വഴി പോവുക, നിങ്ങൾ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെയാണ് നീക്കം ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കാരണവശാൽ ഇത് വെറുതെ വീഡിയോയ്ക്കകത്ത് വന്നിരുന്ന് ഇങ്ങനെ ബഹളം വെച്ചിട്ടോ അലച്ചിട്ടോ ഒന്നും ഒരു പ്രയോജനമില്ല. ഇനിയിപ്പം മറ്റേ വ്യക്തി മേ ബി ഒരു വീഡിയോ ആയിട്ട് വരുമായിരിക്കാം. ഇതിപ്പോൾ ഒരു വൻ കോൺട്രവേഴ്സി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. നമുക്കൊക്കെ ഇതൊരു കണ്ടന്റാണ്, അത്രയേ ഉള്ളൂ. എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. ഒഴിവായി പോട്ടെന്ന് ഓർത്ത് മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ എന്റെ കൊച്ചിനെ ഒന്ന് കാണിച്ചു തരാൻ പാടില്ല. എനിക്ക് ഒന്ന് കാണിച്ചു തരാൻ പാടില്ലേ? ഞാൻ അവനെ പിടിച്ചോണ്ട് പോകാനോ ഒന്നല്ലോ. ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം CBSE ആയിട്ടുള്ള സ്കൂളാണ്. ഞാൻ പേരും കാര്യങ്ങളൊന്നും സ്കൂളിന്റെ പറയുന്നില്ല. അവിടെ ടീച്ചർമാർ ആയമാരെല്ലാം ഉണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റ് എന്റെ കൊച്ചിനെ കണ്ടു എന്ന് വെച്ചിട്ട് കൊച്ചിനെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങള്. അങ്ങനെയൊന്നും കൊച്ചിനെ കാണിച്ചു കൊടുക്കത്തില്ല. ഒരു സ്കൂളുകളിലും ഇതുപോലെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന കൊച്ചിൻ്റെ അമ്മയൊക്കെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കാണിച്ചു കൊടുക്കത്തില്ല. ഇവനെ ഇതിനെ പറ്റിയിട്ട് യാതൊരു ബോധമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സത്യം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ലീഗലി മൂവ് ചെയ്യുക. അല്ലാതെ വെറുതെ വന്നിരുന്ന് ഒരു കഥയില്ലാതെ ഈ സ്കൂളുകാരെയും കുറ്റം പറഞ്ഞ് ബാക്കിയുള്ളവരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ തമ്മിലുള്ള കേസ് നിങ്ങൾ എന്തോന്ന് വെച്ചാൽ അത് കോടതിയിലും തീർക്കാൻ നോക്കുക. ഇവർ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഞാനിപ്പോൾ വന്നിട്ടാണ് വന്നത്. ഇവിടുത്തെ അച്ഛന്മാരെ കാര്യങ്ങൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ 3 മണിക്ക് ഇവിടെ വന്ന് നിന്ന് എന്റെ കൊച്ചിനെ കണ്ട് കൊച്ചിന്റെ അടുത്ത് വന്നു. ഇവിടെ വീട്ടുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കൂലേ? ലാസ്റ്റ് ഇത് കേസാവൂലേ? അത് ഒരു പബ്ലിക് ആയിട്ടുള്ള പ്ലേസിൽ നിന്നും പറഞ്ഞ് പെണ്ണുങ്ങളുടെ കൂടെയാണ് ആളുകൾ നിൽക്കുള്ളൂ. ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു വാക്കിന് ഒരു വില നിങ്ങൾ ആരെങ്കിലും ഈ കാണുന്ന ആളുകൾ തരുന്നുണ്ടോ? എല്ലാവരും കുറ്റപ്പെടുത്തിയല്ല നിൽക്കുന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല. കൊച്ചിനെ കാണാൻ എന്നെ സമ്മതിച്ചിട്ടില്ല. ഇനി എനിക്ക് കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് കോടതിയുടെ തീരുമാനങ്ങളും കാര്യങ്ങളും കിട്ടിയതിനു ശേഷം മാത്രമേ ഞാൻ വരുള്ളൂ. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അത് ആദ്യമേ അങ്ങ് ചെയ്താൽ പോരായിരുന്നു. അല്ലാതെ വെറുതെ ഇങ്ങനെ വന്നിട്ട് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതി നിങ്ങളുടെ ഭാഗത്ത് തന്നെ നിൽക്കത്തുള്ളൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു പ്രശ്നം അമലിൻ്റെ ഭാഗത്ത് നിന്ന് തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പുള്ളി ഡേ ബൈ ഡേ ഓരോന്ന് രീതിയിലുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്രത്തോളം ഈ ഒരു വിഷയം വെച്ച് മുതലെടുക്കാവോ അത്രത്തോളം മുതലെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അത്യാവശ്യം നല്ല റീച്ച് കിട്ടും, പൈസയും കിട്ടുമല്ലോ. അപ്പോൾ ഇതൊരു നല്ല പരിപാടി എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വീഡിയോ ഇടുവാണ്. അല്ല, ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ ചെയ്യൂടെ? മാന്യമായിട്ട് കോടതിയിൽ പോയിട്ട് ഈ ഒരു വിഷയം സെറ്റിൽ ചെയ്തിട്ട് ഇത് തീർക്കാൻ വേണ്ടി നോക്കും. ഇത് ചുമ്മാ അനാവശ്യമായിട്ട് ഓരോ വീഡിയോ ഇട്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് എന്ത് നേടാനാണ്? ഏതൊരു കൊച്ചു പിള്ളേർക്ക് വരെ മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെന്ന് സ്കൂളുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ടീച്ചേഴ്സും കൊച്ചുങ്ങളെ കാണിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അത് അവരുടെ റൂളാണത്. എനിക്കിങ്ങനെ പട്ടിയെ പോലെ ആൾക്കാരുടെ മുമ്പിൽ ഓച്ചാനിച്ച് എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി നിൽക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ പോകാത്ത, എനിക്ക് അവരുടെ വീട്ടിലോട്ട് പോകാനും പറ്റാത്ത അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓച്ചാനിച്ച് നിൽക്കാൻ വയ്യ. ഈ വീഡിയോ കാണുന്ന ആളുകളും ഈ ഉണ്ടാക്കുന്ന ആളുകളും ഒരു കാര്യം ചിന്തിക്കാം, ഞാൻ അവന്റെ അപ്പനാണ്. ഞാൻ ക്രിമിനൽ അല്ലെങ്കിൽ ഞാൻ ആരെ കൊന്നിട്ടില്ല. എന്നെ കാണിച്ചു തരുന്നില്ല. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ അമല എന്ത് കൊച്ചിനെ കാണാൻ വേണ്ടി പോകാഞ്ഞിട്ടല്ലേ പൊക്കൂടെ എന്ന്. നിങ്ങളൊരു കാര്യമുള്ളൂ, ഞാൻ അവൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവനും തമ്മിലുള്ള ഒരുമിച്ച് നിന്ന സമയത്ത് എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അവൻ മെയ് തൊട്ട് മെയ് 10-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് തൊട്ട് ആഗസ്റ്റ് വരെ എൻ്റെ കൂടെ ആയിരുന്നു. അവൻ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ പോലും ഞാൻ ഡെയിലി എത്ര തവണ കാണാൻ പറ്റുമോ? ഞാൻ തുണ പറഞ്ഞാൽ അതെ എൻ്റെ കൂട്ടുകാരൻ ഇരിപ്പുണ്ട്. അവൻ ഇപ്പോഴേ കാണണം. എപ്പോഴും ഞാൻ ഒരു ന്യൂസിന് 3 കാരണം എനിക്ക് അവൻ അത്ര ഇമ്പോർട്ടൻ്റാ. എനിക്ക് ഈ ലോകത്ത് വേറെ ആരെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ കൊച്ചിനെയാണ്. പക്ഷേ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് എനിക്കിങ്ങനെ എല്ലാവരും പോയി കുഞ്ഞിന്ന് അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഇറക്കാൻ എനിക്ക് വയ്യാത്തോണ്ടാ പോവാത്തെ. നിങ്ങൾ ഈ കാണുന്ന ഇങ്ങനെ ആരുടെയും മുന്നിൽ നിങ്ങൾ കുമ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. മര്യാദയ്ക്ക് കൊണ്ടുവന്നൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊച്ചിനെ കാണിക്കാൻ പറ്റും. അല്ലാതെ ഒരു സൈഡ് മാത്രമല്ല കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നത്. എനിക്ക് ഒരു രീതിയിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നാണ് നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് എവിഡൻസും ഈ ഒരു വ്യക്തിക്കെതിരാണ്. അപ്പം പിന്നെ നമ്മളൊക്കെ ഏത് രീതിയിലാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത്? കുറേ ആൾക്കാർ അമലിനെ സപ്പോർട്ടായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയണത് ഈ കുഞ്ഞാറ്റയ്ക്ക് വേറെ റിലേഷൻ കാണും, അതുകൊണ്ടായിരിക്കും കുഞ്ഞാറ്റ കടന്ന് നാടകം കാണിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ്.
എന്തായാലും ബാക്കിയോടെ കാണാം. പോലെയൊന്നും അല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ എന്ത് വിശ്വസിച്ച് ഞാൻ ആ വീട്ടിലോട്ട് പോയി കയറും? ഞാൻ എന്റെ 3 വയസ്സുള്ള കൊച്ചിന് മദ്യം കൊടുത്തു വരെ പറഞ്ഞ് അതും വരെ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട് അവര്. ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവര്, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ ഞാൻ എന്ത് വിശ്വസിച്ച് ആ കൊച്ചിനെ കാണുന്ന പേരിൽ ഞാൻ ആ വീട്ടിൽ പോയി കയറും? അതുകൊണ്ട് തന്നെ ഞാൻ പോവാത്തെ. നാളെ ഒരു കേസും കാര്യങ്ങളും വന്നു കഴിയുമ്പോഴത്തേന് ഈ പറയുന്ന നിങ്ങൾ തന്നെ പറയും, ആ അമല് കാണാൻ പോയി അവിടെ പറഞ്ഞ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ആ കുട്ടിയെ കാണിക്കാത്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ ചെയ്ത് കൂട്ടിയ കുറച്ച് പരിപാടികൾ കാരണം തന്നെയാണ് മനഃപൂർവ്വം അവർ കുട്ടിയെ കാണിക്കരുത് എന്ന് ഈ സ്കൂളിൽ ഇൻഫോം ചെയ്തത്. അപ്പോഴും ഞാനല്ലേ അവിടെ ഇതാവുന്നേ. എല്ലാവർക്കും ഇട്ട് കുത്താനും എല്ലാവരും ഇട്ട് പഴിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു വസ്തുവായിട്ട് മാത്രം എന്നെ വെക്കല്ലേ. ഞാനൊരു മനുഷ്യനാണ്, അത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക. ഞാൻ ആരെയും കൊന്നിട്ടോ പിടിച്ചു പറിച്ചോട്ടോ ആരെയും നശിപ്പിച്ചിട്ടോ ഒന്നും ചെയ്തില്ല. ഞാൻ ആർക്കെങ്കിലും ഒരു വിവരം ഉണ്ടാക്കി ഞാൻ ആരെങ്കിലും വീട്ടിലോട്ട് വന്നിട്ടുണ്ടോ? ഈ പറയുന്ന ആളുകൾ പെണ്ണ് കിടന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പെണ്ണ് കിടന്ന് പറയുമ്പോഴത്തേന് ഒരു ആണിയെ മൊത്തത്തിൽ ഇങ്ങനെ ആക്കല്ലേ. എനിക്ക് എന്റെ കൊച്ചിനെ കാണാൻ അത്ര ആഗ്രഹമുള്ളതുകൊണ്ടാ ഞാൻ ഈ നടക്കണേ. അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക കേട്ടോ. എനിക്ക് അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. ഈ കാണുന്ന ആളുകളൊന്നും മനസ്സിലാക്കിക്കോ. ഒരു പെണ്ണ് കിടന്ന് കരയുന്നത് മാത്രമല്ല സത്യം കേട്ടോ. ഒരാണ് കരഞ്ഞാലും ആണിന്റെ വിഷമങ്ങൾക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. ഒരു പെണ്ണ് കിടന്ന് കരയുന്നത് മാത്രമല്ല സത്യം, അതൊക്കെ ഞാൻ യോജിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ലല്ലോ. ഇല്ലാത്തടത്തോളം കാലം മിണ്ടാതിരിക്കുക, അത്രേ ഉള്ളൂ. കംപ്ലീറ്റ് എവിഡൻസും അളിയന് എഗെയിൻസ്റ്റ് ആണ്, അത് നീ മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ താഴെ വന്നേക്കുന്ന കമൻസ് ഞാൻ വായിച്ചു തരാം. ഇപ്പോൾ കുഞ്ഞാറ്റ ഇതിൽ കളിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. കുഞ്ഞാറ്റ പറയുന്നത് നുണകളാണ് എന്ന് മനസ്സിലായി. സാരമില്ല ഇച്ചായ, ഇത് നിയമപരമായി മുന്നോട്ട് പോകണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. കുഞ്ഞാറ്റ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് പോയിട്ട് നിങ്ങൾ തെളിയിക്കുക. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണല്ലോ കുഞ്ഞാറ്റ കുറേ തെളിവൊക്കെ പുറത്തു വിട്ടത്. എന്തൊക്കെ പ്രശ്നമായാലും അച്ഛൻ അവകാശമുണ്ട് കുഞ്ഞിനെ കാണാൻ. തീർച്ചയായിട്ടും അച്ഛന് കൊച്ചിനെ കാണാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷെ അത് മേടിക്കേണ്ടത് കോടതി വഴിയാണ്. അല്ലാതെ നമ്മളത് യൂട്യൂബ് വഴി വന്നിരുന്ന് വീഡിയോ ഇട്ട് കിടന്ന് ബഹളം വെച്ചിട്ട് ഇവിടെ ഒന്നും നേടാനില്ല. പിന്നെ അമൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പുള്ളിയുടെ ആ ഒരു യൂട്യൂബ് ചാനൽ എടുക്കണം. നിങ്ങൾ ആ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പുള്ളിക്കാരന് എന്തെങ്കിലും രീതിയിൽ മിസ്ലീഡിംഗ് ഉള്ള തമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ പുള്ളിയുടെ വീഡിയോ. പുള്ളി അല്ലാതെ ഇടുന്ന വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല. അപ്പം ഈ ഒരു കോൺട്രവേഴ്സി കണ്ടിന്യൂ ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നേ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാ ആൾക്കാരും ചിന്തിക്കത്തുള്ളൂ. ആ കുഞ്ഞാറ്റ പറയുന്നത് കുറേ കള്ളമാണ്. ഇപ്പോൾ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കുഞ്ഞാറ്റയ്ക്ക് എഗെയിൻസ്റ്റ് തിരിഞ്ഞിരിക്കുവാണ്. എന്തായാലും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മേ ബി ആ പുള്ളിക്കാരത്ത് ഇടുമായിരിക്കാം. ഇടാതിരിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ കാണുന്നില്ല, കൊച്ചിനെ പിടിച്ചു വെച്ചിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ അമൽ വന്നിരുന്ന് സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുത്താൽ അത്ര നല്ലതായിരിക്കും. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.